കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭം ശക്തമാവുകയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. അതിനിടെ മന്ത്രി വീണ ജോർജിന് സംരക്ഷണം ഒരുക്കുകയാണ് സർക്കാരും പാർട്ടിയും. ആ സംരക്ഷണത്തിന്റെ കവചത്തിന്റെ ശക്തി കൂട്ടുന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്ത് പോവുകയും CPM പ്രതിരോധം ദുർബലമാവുകയും ചെയ്തതോടെയാണ് പ്രതിപക്ഷ നീക്കം ശക്തമായത്. പത്തനംതിട്ടയിൽ ഉന്തുവണ്ടിയിൽ കപ്പൽ മാതൃകയുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിനിടെ പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. വാഹനത്തിന്റെ ചില്ലുകൾ ഉടഞ്ഞു. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. കാസർകോട് യൂത്ത് കോൺഗ്രസ് നടത്തിയ DMO ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട്. PR ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി ആരോഗ്യ രംഗത്ത് നടക്കുന്നത്. അത് പറയുക തന്നെ ചെയ്യും, സംശയം വേണ്ട. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ട അങ്ങാടിക്കലെ വീട്ടിലേക്ക് BJP മാർച്ച് നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവമോർച്ച BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോഴിക്കോട് മാലപ്പുഴയിലും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. അതിനിടെ വീണ ജോർജിന് സംരക്ഷണവുമായി മന്ത്രിമാർ രംഗത്തെത്തി. ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. ഇപ്പോൾ അവരെ രണ്ടുപേരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നേ ഉള്ളൂ. ബാക്കി ഞങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. പ്രതിഷേധങ്ങൾ തുടരുകയാണെങ്കിൽ വീണ ജോർജിന് പാർട്ടി കവചമൊരുക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ ഘടകം പ്രഖ്യാപിച്ചു. ആരോഗ്യ മന്ത്രിക്കൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടിയുള്ള ഏതു പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ചെറുക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.